ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുകയാണ്. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400-ലധികം സംവത്സരങ്ങൾ പാർക്കേണ്ടി വരും. എന്നാൽ 4-ാം തലമുറക്കാർ അവിടെ നിന്ന് തിരിച്ച് പോരും. എന്നാൽ അവർക്ക് വാഗ്ദത്തം കൊടുത്തു, പാലും തേനും ഒഴുകുന്ന കനാൻ നാട് നിങ്ങൾക്ക് തരാം. ദൈവത്തെ അനുസരിച്ചവൻ എല്ലാം കനാൻ നാട്ടിൽ ചെന്നു, അനുസരിക്കാത്തവൻ വഴിയിൽ പട്ടുപോയി. ദൈവം കൊടുത്ത വാഗ്ദത്തം ഫുൾഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ എഴുതിയിരിക്കുന്നൊരു ഭാഗമാണ് വായിച്ചത്. ഞാൻ ഒന്നുകൂടെ നിങ്ങളത് പറഞ്ഞു കേൾപ്പിക്കാം. യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം അവർക്ക് കൊടുത്തു. അവർ കൈവശമാക്കി അവിടെ പാർത്തു. തരാമെന്ന് പറഞ്ഞതെല്ലാം തന്നു. ആ തന്നതിനകത്തവർ പാർത്തു. അടുത്ത കേട്ടോ, അവർ സ്വസ്ഥതയോടെ പാർത്തു. ഒരു ശത്രുവും അവൻ്റെ മുമ്പിൽ നിന്നില്ല. അടുത്ത കേട്ടോ, അവരോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലതും നിവർത്തിച്ചു കൊടുത്തു. ഞാൻ കേട്ടൊരു ദൈവശബ്ദം പറയാം, ഒന്നും നഷ്ടമാകാതെ സകലതും നിവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നീ സ്വപ്നത്തിൽ കണ്ടതും ദർശനത്തിൽ കണ്ടതും പ്രാർത്ഥനയിൽ കേട്ടതും വചനം വായിച്ചപ്പോൾ ലഭിച്ചതും പ്രവാചകന്മാർ പ്രവചിച്ചതും ചെറുതും വലുതും ഒന്നും വൃഥാവായി പോകാതെ ഈ നാളുകളിൽ നിന്റെ കൂടാരത്തിനകത്ത് അത് നിവർത്തിക്കപ്പെടുവാൻ പോകുകയാണ്.